ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 14 നോക്കിയാലോ നമുക്ക്. ശിശുദിനം നവംബർ 14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ എത്രാം ജന്മദിനമാണെന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ചിലപ്പോൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. 136-ാം ജന്മദിനമാണ് ഈ വർഷം. ഓക്കെ, അപ്പൊ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 136-ാം ജന്മദിനമാണ് ഈ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ശിശുദിനം നവംബർ 14 മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ നവംബർ 14. ലോക പ്രമേഹ ദിനമാണ് അല്ലെ. നമുക്ക് ശിശുദിനം എന്ന് പറയുമ്പോൾ അതുപോലെ ലോക പ്രമേഹ ദിനം അതൊരു കണക്ഷൻ വെച്ച് നമുക്ക് നോക്കാം അല്ലെ. അതായത് പ്രമേഹം എന്ന് പറയുമ്പോൾ നമുക്ക് മധുരമായിട്ട് കണക്ട് ചെയ്യാം. ശിശുദിനം എന്താണ്, ഈ ശിശുക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്താണ് മധുരം എന്ന് പറയുന്നത്. അപ്പോൾ ആ മധുരവും എന്ത് ചെയ്യുക, ഈ പ്രമേഹവും നവംബർ 14 ഒരു ചെറിയൊരു കണക്ഷൻ വരുന്നില്ലേ. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 2025 ലോക പ്രമേഹ ദിനം എന്ന് പറയുന്നത് ഡയബറ്റീസ് എക്രോസ് ലൈഫ് സ്റ്റേജസ്. ഓക്കെ, ഡയബറ്റീസ് എക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നുള്ളതാണ് 2025 ലോക പ്രമേഹ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഡയബറ്റീസ് എക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നുള്ളതാണ്. ഓക്കെ, മാറിപ്പോവരുത്. എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യമായി ദേശീയ ശിശു സംരക്ഷണ നിയമം ആരംഭിച്ച രാജ്യം ഫിജിയാണ്. എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യമായി ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഫിജിയാണ്. അന്താരാഷ്ട്ര വ്യാപാര മേളയിലെ കേരളത്തിന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. അന്താരാഷ്ട്ര വ്യാപാര മേളയിലെ കേരളത്തിന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ദീപ്തി ബ്രെയിലാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായിട്ട് സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ എന്ന് പറയുന്നത്. എന്താണ് ദീപ്തി ബ്രെയിൽ? ഓക്കെ ആണല്ലോ. ഇനി ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീരും വേദനയും പ്രതിരോധിക്കാൻ ഔഷധ സസ്യങ്ങളിൽ നിന്ന് മരുന്ന് വികസിപ്പിച്ച സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ കേരള സർവകലാശാലയാണ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീരും വേദനയും പ്രതിരോധിക്കാൻ ഔഷധ സസ്യങ്ങളിൽ നിന്ന് മരുന്ന് വികസിപ്പിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. 2025 ഏഷ്യൻ ആർച്ചറിയിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യയാണ്. 2025 ഏഷ്യൻ ആർച്ചറിയിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യയാണ്. ധീരജ് ബൊമ്മദേവരയും അങ്കിതയും സ്വർണം നേടി. ധീരജ് ബൊമ്മദേവരയും അങ്കിതയും എന്ത് ചെയ്തു? സ്വർണം നേടിയിരുന്നു. 2025 ഏഷ്യൻ ആർച്ചറിയിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യയാണ്. 2025 ഏഷ്യൻ ആർച്ചറിയിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യയാണ്. ചൊവ്വയുടെ അന്തരീക്ഷത്തെ കുറിച്ചും അവിടം വാസയോഗ്യമാണോ എന്നതിനെ കുറിച്ചും പഠിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് PADA അല്ലെ. PADE എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സിലറേഷൻ ആൻഡ് ഡൈനാമിക് എക്സ്പ്ലോസ് എന്ന് പറയുന്നു. ചൊവ്വയുടെ അന്തരീക്ഷത്തെ കുറിച്ചും അവിടം വാസയോഗ്യമാണോ എന്നതിനെ കുറിച്ചും പഠിക്കാനുള്ള നാസയുടെ ദൗത്യം എസ്കാപെഡെ അല്ലെ. ESCAPADE ഓക്കെ ആണല്ലോ. അതിന് ഫുൾ ഫോം ആണ് എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സിലറേഷൻ ആൻഡ് ഡൈനാമിക് എക്സ്പ്ലോസ്. ഓക്കെ, ചൊവ്വയുടെ അന്തരീക്ഷത്തെ കുറിച്ചും അവിടെ വാസയോഗ്യമാണോ എന്നതിനെ കുറിച്ചും പഠിക്കാനുള്ള ആരുടെ ദൗത്യമായിരുന്നു? നാസയുടെ ദൗത്യം. ഇനി 2025 നവംബറിൽ അന്തരിച്ച ബോളിവുഡ് നടി ആരെന്ന് ചോദിച്ചാൽ കാമിനി കൗശാൽ. 2025 നവംബറിൽ അന്തരിച്ച ബോളിവുഡ് നടിയാണ് കാമിനി കൗശാൽ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് അമീനുദ്ദീൻ ഖാനാണ്. പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ അതായത് FCCയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? അമീനുദ്ദീൻ ഖാനാണ്. ആരാണ്? അമീനുദ്ദീൻ ഖാനാണ്. കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എല്ലാവരും എന്ത് ചെയ്യാ, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്റെ കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. അവ നോക്കാം നമുക്ക്. ശിശുദിനം നവംബർ 14, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 136-ാം ജന്മദിനമാണ് ഈ കഴിഞ്ഞത്. ലോക പ്രമേഹ ദിനം നവംബർ 14. 2025 തീം ഡയബറ്റീസ് എക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നുള്ളതാണ്. എന്താണ് 2025 ലോക പ്രമേഹ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്? ഡയബറ്റീസ് എക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നുള്ളതാണ്.
ഓക്കെ, അടുത്തത് എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യമായി ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഫിജിയാണ്. അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരളത്തിന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീരും വേദനയും പ്രതിരോധിക്കാൻ ഔഷധ സസ്യങ്ങളിൽ നിന്ന് മരുന്ന് വികസിപ്പിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. 2025 ഏഷ്യൻ ആർച്ചറിയിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യയാണ്. ധീരജ് ബൊമ്മദേവരയും അങ്കിതയും സ്വർണം നേടിയിരുന്നു. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടം വാസയോഗ്യമാണോ എന്നതിനെക്കുറിച്ചും പഠിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് എസ്കാപ്പഡ് ESCAPADE എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സിലറേഷൻ ആൻഡ് ഡൈനാമിക്സ് എക്സ്പ്ലോസ്. 2025 നവംബറിൽ അന്തരിച്ച ബോളിവുഡ് നടിയാണ് കാമിനി കൗശൽ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്, അതായത് FCCയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? അമീനുദ്ദീൻ ഖാനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ചതിന് ശേഷം ലക്ഷ്യ അവരുടെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് നൽകുന്ന പോൾ എക്സാം പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊന്ന് എന്ത് ചെയ്യുക, വിലയിരുത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.